എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു നെഗറ്റീവ് ക്ലോസിംഗ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. തുടർച്ചയായ 4ാമത്തെ ദിവസവും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് പോയത്. ഈ ഒരു ക്രാഷ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്രാഷായിരുന്നു. കാരണം US ഫെഡറൽ റിസർവ് റേറ്റ് കട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് ബേസിലാണ് ഈ ക്രാഷ് സംഭവിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ അടുത്ത ആഴ്ച, അതായത് വരുന്ന ആഴ്ച 25-ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഹോളിഡേ ആണ്. അതേപോലെ തന്നെ വേൾഡ് മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ 23, 24, 25, 26 എന്നീ ദിവസങ്ങളിൽ ഓരോ മാർക്കറ്റുകളും ഹോളിഡേ ആണ്. ടോട്ടലി നമ്മൾ പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഹോളിഡേ മൂഡിലായിരിക്കും. അതുകൊണ്ട് എത്രത്തോളം ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ട്രേഡിംഗ് ടൈമിൽ നോക്കി കാണണം. ഒരു സൈഡ് വേ ആണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ഒരു റാലിയൊന്നും നടത്താനുള്ള സാധ്യത ഇല്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പറയാൻ പറ്റില്ല. മാർക്കറ്റാണ്. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഞായറാഴ്ച പറഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ ടെക്നിക്കൽ അനാലിസിസിൻ്റെ പിൻബലത്തിലാണ് പറഞ്ഞത്. ഇവിടെ നോക്കൂ, ഒരു പിൻബാർ അല്ലെങ്കിൽ ഒരു ഇൻവെർട്ടഡ് ഹാമറാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ടെക്നിക്കൽ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് മുകളിലേക്കാണ് പോകേണ്ടത്. പക്ഷേ നോക്കൂ, ഡൗൺ സൈഡിലേക്ക് വന്നു. അത് ഈ ന്യൂസ് ബേസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എല്ലാ സപ്പോർട്ടുകളും, നിഫ്റ്റിയുടെ എല്ലാ സപ്പോർട്ടുകളും തകർത്തുകൊണ്ടാണ് ഇത് സെൻസെക്സ് ആണ്. സെയിം ആയിരിക്കും, നിഫ്റ്റിയും സെൻസെക്സൊക്കെ സെയിമാണ്. നോക്കൂ, നിഫ്റ്റി അതിൻ്റെ എല്ലാ സപ്പോർട്ടുകളും ക്രോസ് ചെയ്തിട്ടാണ് താഴത്തേക്ക് വന്നിരിക്കുന്നത്. ഈ വീക്കിലി ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിക്കണമെന്നില്ല. 1 hour ടൈം ഫ്രെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, എല്ലാ സപ്പോർട്ടുകളും ബ്രേക്കൗട്ട് നടത്തിയിട്ടാണ് നിഫ്റ്റി താഴത്തേക്ക് വന്നിരിക്കുന്നത്. ഇതെല്ലാം സപ്പോർട്ടുകളാണ്. ഇനി നമുക്ക് നെക്സ്റ്റ്, അതായത് ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ നവംബറിൽ ഒരു സിംഗ് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെയാണ്. ഇതാണിപ്പോൾ നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ടും മേജർ സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യുക. 23,200, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 23,263 ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഒരു സപ്പോർട്ട്. അപ്പോൾ നമുക്ക് 23,258 300-നകത്ത് ഒരുപക്ഷെ റീടെസ്റ്റ്, അതായത് ബൗൺസ് ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ല ഇതിനും താഴെ ബ്രേക്കൗട്ട് നടത്തുകയാണെങ്കിൽ 1 hour ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ താഴത്തേക്ക് വരാം. അത് 23,000 23,100 ഉള്ളിൽ അതുവരെ വരാനുള്ള സാധ്യത നമുക്ക് കണക്കാക്കാം. ഏകദേശം ഈ ഒരു റേഞ്ച് വരെ 23,060 ആ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് വരാമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ മേജർ സപ്പോർട്ടുകളും ക്രോസ് ചെയ്തുകൊണ്ട് തകർത്തുകൊണ്ടാണ് നിഫ്റ്റി താഴത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ 23,258 300-നകത്ത് നമുക്കൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കാം. അത് സ്ട്രോങ് ആയിരിക്കും. അതിനും താഴെ വന്നാൽ FIs ഒരു സ്ട്രോങ് സെല്ലിങ്ങിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് വിചാരിക്കാം. ഡിസംബർ ഫസ്റ്റ് വീക്കിൽ നല്ല ഒരു ബൈയിങ് പ്രഷറാണ് FIsൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെങ്കിൽ അത് തന്നെ സെക്കൻഡ് തേർഡ് വീക്കിൽ നല്ല ഒരു സെല്ലിംഗ് പ്രഷറിലേക്കാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഈ US ഫെഡറൽ റിസർവ് റേറ്റ് കട്ടിങ് തന്നെയാണ്. അതിലുള്ള അഭ്യൂഹങ്ങളാണ്. അതായത് 4 തവണയായിട്ട് കുറയ്ക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിപ്പോൾ 2 തവണയായിട്ട് കുറയ്ക്കും എന്നുള്ള ഒരു റിസൾട്ട് കൂടെ വന്നിട്ടുണ്ട്. മാത്രമല്ല ട്രംപ് നെക്സ്റ്റ് വീക്ക്, അതായത് ജനുവരി 2nd വീക്കോട് കൂടിയിട്ട് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ചൈന, അതുപോലെ മെക്സിക്കോ, കാനഡ ഈ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര കരാറുകളിൽ US വിപണിയെ, US മാർക്കറ്റിനെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതും ഒരു പ്രധാന ഘടകമാണ്. US മാർക്കറ്റിനെ സ്വാധീനിക്കുമ്പോൾ അത് നമ്മുടെ മാർക്കറ്റിനെയും സ്വാധീനിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇനി വരാനിരിക്കുന്ന നെക്സ്റ്റ് വീക്കുകളിൽ, അതായത് ഇനി 2025 നമുക്ക് പ്രധാനമായും ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ GDP പൊതുവേ ഒരു റിവേഴ്സൽ മോഡലല്ലാണുള്ളത്. അതേപോലെ തന്നെ Q3 റിസൾട്ട് വരാനിരിക്കുകയാണ്. അപ്പോൾ Q2 റിസൾട്ട് അത്ര ഒരു പ്രതീക്ഷ ട്രേഡർമാർക്ക് ലഭിച്ചില്ല, അല്ലെങ്കിൽ കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭയം കൂടെ, അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ Q3 റിസൾട്ടിലും എന്നുള്ള ഒരു ഭയം കൂടെ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു ഘടകങ്ങളെല്ലാം കൂടെ തന്നെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോയി എന്ന് നമുക്ക് അനുമാനിക്കാം.
അതുപോലെ തന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്, അതായത് ബൗൺസ് ബാക്ക് നടത്തുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 23,780 ആണ്. 23,750 ടു 800-നകത്താണ് നമുക്കൊരു റെസിസ്റ്റൻസ് വരുന്നത്. ഏതായിരുന്നാലും നാളെ മുതൽ നമുക്ക് ഇൻട്രാഡേ ചെയ്യാനുള്ള ലെവലുകൾ ഒന്ന് പരിശോധിക്കാം. ഇത് 1 അവർ ടൈം ഫ്രെയിമാണ്. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഇപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ആകെ ഉള്ള ഒരു പ്രതീക്ഷ, അതായത് ഒരു മുകളിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 23,630, അതായത് 23,500 മുകളിലാണ് നമ്മുടെ നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഇനി തിരിച്ച് മുകളിലേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ ഒരു ലോങ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ഒരു റൗണ്ട് പാറ്റേൺ ഫോം ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിന് ടാർഗറ്റിലേക്ക് എത്തണമെങ്കിൽ ഇതുവരെ തന്നെ വരണം. അപ്പോൾ തീർച്ചയായും ഈ ഒരു സപ്പോർട്ട് എടുക്കുമോ എന്നുള്ളൊരു ഭയം കൂടെ ഉണ്ട് ഇപ്പോൾ. അതേപോലെ തന്നെ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോഴും നമുക്കൊരു റൗണ്ട് ബോട്ടം ഫിഗറായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് കാണാൻ കഴിയുന്നുണ്ട്. നോക്കൂ, റൗണ്ട് പാറ്റേൺ ഫോമാകുന്നു. ഇതുവരെ എത്തി, നെക്സ്റ്റ് ഇതുവരെ വരാനുള്ള സാധ്യത തന്നെയാണ് 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഏതായിരുന്നാലും പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. മാർക്കറ്റ് ഏതെല്ലാം വഴിയിലേക്ക് പോകുന്നോ ആ വഴിയിലേക്ക് നമുക്ക് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് കാര്യമായിട്ടുള്ള നഷ്ടങ്ങളൊന്നും കഴിഞ്ഞ വീക്കിലും വന്നിട്ടില്ല. അപ്പ് സൈഡിലേക്കാണെങ്കിലും ഡൗൺ സൈഡിലേക്കാണെങ്കിലും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ട്രേഡുകളാണ് ചെയ്യാറുള്ളത്. ടോട്ടലി ട്രേഡർമാരുടെ വ്യൂസാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ പുതിയ പാറ്റേൺ എന്തെങ്കിലും ഫോം ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു റൗണ്ട് പാറ്റേൺ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നതും. ഓക്കെ, അപ്പോൾ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് നാളെ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതകളിൽ ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഈ ഒരു സിങ്ങിന് താഴെ എൻട്രി എടുക്കാം. 23,470 താഴെ ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുത്ത് വരാം 1 അവർ ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയിൽ. അതുതന്നെ അപ്പ് സൈഡിലേക്ക് നമുക്ക് ഈ ഒരു സിങ്ങിൽ നിന്നും എടുത്തു പോകാവുന്നതാണ്. 23,700, അതായത് ഇപ്പോഴുള്ള ഒരു റെസിസ്റ്റൻസ് സോണിന് മുകളിൽ നിന്നും എൻട്രി എടുക്കാം. ഇനി അതിന് മുൻപ് വേണം, അതായത് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,631 അല്ലേ. ഇപ്പോൾ 23,780 പറയുമ്പോൾ 120 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റേ ഉള്ളൂ. അത് ക്ലോസ് ചെയ്തിട്ട് എടുത്തിട്ട് പോകുന്നത് തന്നെയായിരിക്കും 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് നല്ലത് എന്നാണ് വിചാരിക്കുന്നത്. അതിന് മുമ്പ് എൻട്രി എടുത്തിട്ട് അതൊരു ബുദ്ധിമുട്ടായി മാറേണ്ട. 1 അവറിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ഇനി 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഈ ഒരു ലോവിൽ നിന്ന് 23,537 എന്നുള്ള ആ ഒരു ലോവിൽ നിന്നും തന്നെ എടുത്തു വരാം. 23,530 താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ്സിൽ എൻട്രി എടുക്കാം. ഓക്കെ, 23,530 താഴെ 5 മിനിറ്റ്സിൽ എൻട്രി എടുക്കാം. അങ്ങനെ എടുക്കുന്ന സമയത്ത് 23,470 അല്ലെങ്കിൽ 23,480 റേഞ്ച് നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം. അവിടെ ആണ് നമ്മുടെ സപ്പോർട്ടുള്ളത്. 5 മിനിറ്റ്സിലെടുക്കുമ്പോൾ 23,470 അല്ലെങ്കിൽ 23,480 എന്നുള്ള ഒരു റേഞ്ച് നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം. ഇവിടെ ഒരു ചെറിയ സപ്പോർട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി അപ്പ് സൈഡിലേക്കാണെങ്കിൽ 23,700 മുകളിലും 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ അപ്പ് സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം നാളെ. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 1 അവർ ടൈം ഫ്രെയിമിൽ ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഈ ഒരു സിങ്ങിൽ നിന്ന് എൻട്രി എടുക്കാം. 49,850 താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുത്ത് താഴത്തേക്ക് വരാം 1 അവർ ടൈം ഫ്രെയിമിൽ. അത് അപ്പ് സൈഡിലേക്കാവുമ്പോൾ 50,880 മുകളിൽ അപ്പ് സൈഡിലേക്കും 1 അവർ ടൈം ഫ്രെയിമിൽ എൻട്രി എടുത്ത് പോകാം. അത് തന്നെ 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ ഫ്രൈഡേ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലോ 50,600 താഴെ എൻട്രി എടുക്കാം 5 മിനിറ്റ്സ് ക്യാൻഡലിൽ. അപ്പ് സൈഡിലേക്ക് നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ എടുത്തു പോകാം 50,880 മുകളിൽ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെയും വാച്ച് ചെയ്യാം. സെൻസെക്സിലേക്ക് വരുമ്പോൾ 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഈ ഒരു സ്വിംഗ് ലോവിൽ നിന്നും എടുത്താൽ മതിയാവും. അതിന് താഴെ എടുക്കുന്നതാണ് ഏറ്റവും
സേഫ്റ്റി. ഈ ഒരു സിംഗ് ലോണ് നവംബർ മാസത്തിൽ ക്രിയേറ്റ് ചെയ്ത ഈ സിംഗ് ലോവിൽ നിന്ന് തന്നെ 76,800 താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പോകാം. ഇതിന് താഴെ വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ധൈര്യമായിട്ട് എൻട്രി എടുക്കാൻ കഴിയും. ഓക്കെ, അപ്പ് സൈഡിലേക്ക് 78,490, 78,500 മുകളിൽ എൻട്രി എടുത്താൽ മതി. 78,500 മുകളിൽ 1 അവർ ടൈം ഫ്രെയിമിലും 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഫ്രൈഡേ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലോവിൽ നിന്ന് തന്നെ എൻട്രി എടുക്കാം. 77,850 താഴെ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലും അപ്പ് സൈഡിലേക്ക് നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ, 78,500 മുകളിൽ. ഓക്കെ, അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഇതുപോലെ ആഡ് ചെയ്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ വരച്ച് കറക്റ്റായ സമയത്ത് ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വെക്കുക. ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ച് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചാലും മതി. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വീക്ക് ഒരു മന്ദഗതി തന്നെയാണ്, അതൊരു സൈഡ് വേ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഹോളിഡേ മൂഡിലായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ബിറ്റ് കോയിൻ ഇപ്പോൾ അല്പാൽപമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 92 പോയിൻ്റ്, അതായത് $92,000 എത്തി 108.3 വരെ എത്തിയതാണ്. അതായത് 108,300 വരെ എത്തിയതാണ്. അതിനും താഴെ വന്നിരിക്കുകയാണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് മാർക്കറ്റിലുള്ളതും. മാത്രമല്ല ഡിസംബർ ലാസ്റ്റ് വീക്കാണ്, ഈ ഇയറിലെ ലാസ്റ്റ് വീക്കാണ്. എല്ലാം കൊണ്ടും വളരെ ശ്രദ്ധിച്ച് ട്രേഡ് എടുക്കുക. ഇനി ട്രേഡ് നെക്സ്റ്റ് വീക്ക്, അതായത് അടുത്ത ആഴ്ച, നാളെ മുതൽ വരുന്ന ആഴ്ചകളിൽ ട്രേഡ് എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് ഇരിക്കും. നെക്സ്റ്റ് ഇയർ മുതൽ വളരെ ഫ്രഷായിട്ട്, വളരെ ഒരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് പുതിയ ഒരു ട്രേഡിംഗ് ശൈലിയിലേക്ക് മാറ്റി. അതായത് പുതിയൊരു ട്രേഡിംഗ് ശൈലി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായ സ്റ്റോപ്പ് ലോസ് കൺട്രോളും അതുപോലെ തന്നെ കൃത്യമായ ഓവർ ട്രേഡിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് ദിവസം ഇത്ര ട്രേഡുകൾ ഒരു ദിവസം എന്നുള്ളത് നിശ്ചയിച്ച്, അതല്ലെങ്കിൽ മണി റിസ്ക് മാനേജ്മെൻറ്റൊക്കെ കറക്റ്റായി കൊണ്ടു നടന്ന്, ഇപ്പോൾ ഒരു ദിവസം ഇത്ര ലോസ് ആണെങ്കിൽ ഒരു 2,000 ലോസ് സഹിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ഒരു 5,000 രൂപ അല്ലെങ്കിൽ 3,000 രൂപ പ്രോഫിറ്റ് വരുന്ന രൂപത്തിലൊക്കെ ഒരു കാൽക്കുലേഷനിലൂടെ നെക്സ്റ്റ് 2025 ജനുവരി മാസം മുതൽ ട്രേഡ് പ്ലാൻ ചെയ്യുക. അപ്പോഴാണ് ഒരു അടുക്കും ചിട്ടയും നമ്മുടെ ട്രേഡിങ്ങിൽ വരികയുള്ളൂ. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.